പാറുവിൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് ഫോൺ ഒന്ന് കിതച്ചതുപോലെ വൈബ്രേറ്റ് ചെയ്തു. താഴെ വീഴാൻ തുടങ്ങിയതാണെങ്കിലും അവസാന നിമിഷം അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ ഇലക്ട്രോണിക് ഉപകരണം ഇപ്പോൾ അവളുടെ കയ്യിൽ വെറും ലോഹകഷ്ണമല്ല, പകരം അവളുടെ ശ്വാസത്തെ മുറുക്കുന്ന ഒരു വള്ളിപ്പടർപ്പാണ്. സ്ക്രീനിൽ തെളിഞ്ഞു കിടക്കുന്ന ആ വരികൾ ഒരു കൊലക്കത്തിയുടെ മൂർച്ചയോടെ അവളെ നോക്കി ചിരിച്ചു. തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞതല്ലേ? അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. വീണ്ടും തുറന്നു. വരികൾ മായുന്നില്ല, പകരം ഓരോ അക്ഷരവും അവളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. തൊണ്ടയിൽ വല്ലാത്തൊരു വരൾച്ച, വെള്ളം കുടിച്ചിട്ടും തീരാത്ത ദാഹം. മനസ്സ് പുറകോട്ടോടി. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വിജനമായ വഴിയിൽ തനിയെ നടക്കുമ്പോൾ പുറകിൽ ആരോ നടക്കുന്നത് പോലെ തോന്നിയ ആ നിമിഷം അവൾ വേഗത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. അവിടെ ആരുമില്ലായിരുന്നു. കാറ്റിൽ ആടി ഉലയുന്ന മരച്ചില്ലകൾ മാത്രം. അപ്പോൾ പിന്നെ ഈ മെസ്സേജ് അയച്ചതാര്? എവിടെ നിന്നാണ് അയാൾ തന്നെ നിരീക്ഷിക്കുന്നത്? ക്യാമറ കണ്ണുകൾ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത്? ഓരോ ചോദ്യവും അവളുടെ നെഞ്ചിൻ്റെ ആഴങ്ങളിലേക്ക് കല്ലുപോലെ വീണു. ശ്വാസം എടുക്കാൻ പോലും പ്രയാസം. കണ്ണുകളിൽ കാഴ്ച മങ്ങുന്നുണ്ടോ? അതോ ഈ ലോകം തന്നെ അവൾക്ക് മുന്നിൽ ചുരുങ്ങുകയാണോ? അവളുടെ ഹൃദയമിടിപ്പ് ഒരു ഭ്രാന്തൻ താളത്തിൽ നെഞ്ചിൽ മുട്ടുന്നുണ്ടായിരുന്നു. ആ ശബ്ദം ഈ നിശബ്ദതയിൽ മറ്റാരെങ്കിലും കേൾക്കുമോ എന്ന് അവൾ ഭയന്നു. അവൾ ചുറ്റുമുള്ള റോഡിലേക്ക് കണ്ണോടിച്ചു. ഒരു വയസ്സായ സ്ത്രീ പതുക്കെ വടികുത്തി നടന്നു പോകുന്നു. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ ബാഗും തൂക്കി ചിരിച്ചു നടക്കുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വഴിയിലിരുന്ന് ചായ കുടിക്കുന്നു. ഒരു കടയുടെ മുന്നിൽ നിൽക്കുന്ന രണ്ടുപേർ എന്തോ ഗൗരവമായി സംസാരിക്കുന്നു. വളരെ സാധാരണമായ കാഴ്ചകൾ. പക്ഷേ ഇപ്പോൾ പാറുവിന് അവയൊന്നും സാധാരണമായി തോന്നിയില്ല. ഓരോ മുഖത്തിനും പിന്നിൽ മുഖമൂടികളുണ്ടോ? ആ വയോധികയുടെ സാരിത്തുമ്പിനിടയിൽ ഒരു ഫോൺ ഒളിപ്പിച്ചിട്ടുണ്ടോ? കുട്ടികളുടെ ചിരിക്ക് പിന്നിൽ പരിഹാസമുണ്ടോ? ഓട്ടോ ഡ്രൈവർ തന്നെയാണോ അയാൾ? അവളുടെ മനസ്സ് ഭയം കൊണ്ട് അലങ്കോലമായി. ഓരോ നിഴലിനെയും അവൾ സംശയത്തോടെ നോക്കി. പെട്ടെന്ന് അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൾ മാറി. അവൾ നടക്കാൻ തുടങ്ങി. അതൊരു സാധാരണ നടത്തമായിരുന്നില്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്ന ഒരാളുടെ വെപ്രാളമായിരുന്നു ആ കാലുകളിൽ. ജീവശ്വാസം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടും പോലെ. ഹൃദയമെടുപ്പ് ചെവിയിൽ ഒരു മണിമുഴക്കം പോലെ മുഴങ്ങുന്നു. താൻ ശ്വസിക്കുന്നത് വായുവല്ല, ഭയമാണെന്ന് അവൾക്ക് തോന്നി. ഓരോ കാൽവെപ്പും നിലത്തല്ല, മറിച്ച് തൻ്റെ ശവക്കല്ലറയിലേക്കാണോ എന്നവൾ ഭയന്നു. വീടിൻ്റെ ഗേറ്റിലെത്തുമ്പോൾ അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. ഉള്ളിലെ ഭയം ഗേറ്റിലെ പൂട്ട് തുറക്കുമ്പോൾ പോലും വിട്ടുമാറിയില്ല. മുറ്റത്തേക്ക് കയറുമ്പോൾ അവൾ അറിയാതെ ഒന്നുകൂടി പുറകിലേക്ക് നോക്കി. ആരും ഇല്ല. റോഡ് വിജനമാണ്. എന്നിട്ടും ഭയം കുറയുന്നില്ല. കാണാൻ കഴിയുന്നവയേക്കാൾ ഭീകരം കാണാൻ കഴിയാത്തവയാണ്. അദൃശ്യമായ ഒരു സാമീപ്യം അവളെ പിന്തുടരുന്നത് പോലെ. തൻ്റെ ഓരോ ചുവടും ആരോ എണ്ണുന്നുണ്ടെന്ന തോന്നൽ അവളെ വല്ലാതെ അലട്ടി. ഗേറ്റ് അടയ്ക്കുമ്പോൾ ഉണ്ടായ ആ ഇരുമ്പ് ശബ്ദം ഒരു മരണമണി പോലെ അവളുടെ ചെവിയിൽ അലയടിച്ചു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും പ്രിയയുടെ ശബ്ദം കേട്ടു. അമ്മേ, വന്നിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. ഇത്ര വൈകിയതെന്തിനാ? പാറു മറുപടി പറഞ്ഞില്ല. സത്യം പറഞ്ഞാലും ഇവർ വിശ്വസിക്കില്ല. ആരും വിശ്വസിക്കില്ല. ഭയത്തിൻ്റെ ഈ ആഴം മറ്റൊരാൾക്ക് എങ്ങനെ മനസ്സിലാകും? കള്ളം പറയാൻ പോലും ഇപ്പോൾ അവൾക്ക് ശക്തിയില്ല. എങ്കിലും ഒരു മുഖംമൂടി അണിയാൻ അവൾ നിർബന്ധിതയാവുകയാണ്. തകർന്ന മനസ്സും കൊണ്ട് അവൾ നേരെ മുറിയിലേക്ക് നടക്കാൻ തുനിഞ്ഞു. തൻ്റെ കണ്ണ് വീർത്തതും മുഖം മങ്ങിയതും ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്നവൾ പേടിച്ചു. അച്ഛൻ്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും പാറുവിൻ്റെ ശരീരം വല്ലാതെ മുറുകി. ഹാളിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. ആ സ്വരത്തിൽ ഒരു തരം അധികാരം ഉണ്ടായിരുന്നു. ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക് കിട്ടിയോ? അവൾ പതുക്കെ തലകുലുക്കി. കിട്ടി. തൊണ്ടയിലെ വരൾച്ച കാരണം ആ വാക്ക് പകുതി വഴിയിൽ ഉടക്കി. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എത്ര മാർക്ക്? അവളുടെ കൈവിരലുകൾ പരസ്പരം കോർത്ത് മുറുകി. ആ മാർക്ക് പറയുന്ന നിമിഷം അച്ഛൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റം അവൾക്ക് മുൻകൂട്ടി കാണാമായിരുന്നു.
അച്ഛൻ്റെ ചോദ്യങ്ങളിൽ സ്നേഹത്തേക്കാൾ ഉപരി കണക്കുകൾക്ക് മാത്രമാണ് പ്രാധാന്യം എന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. 68. ഹാളിൽ നിശബ്ദത പടർന്നു. ഒരു സൂചി വീണാൽ കേൾക്കാവുന്ന അത്രയും നിശബ്ദത. അച്ഛൻ്റെ മുഖം കടുത്തു. കണ്ണുകളിൽ ഒരു തരം മടുപ്പ്. 100-ൽ? പാറു മറുപടി പറഞ്ഞില്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. 68 100-ൽ തന്നെയാണല്ലോ. പ്രിയ സോഫയിലിരുന്ന് ഫോണിൽ നിന്ന് തലയുയർത്തി പാറുവിനെ നോക്കി. ആ നോട്ടത്തിൽ സഹതാപമല്ല, മറിച്ചൊരു പരിഹാസമായിരുന്നു. 68? അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി തെളിഞ്ഞു. അതും പഠിച്ചിട്ട്. ആ വാക്കുകൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാറുവിന് അത് നെഞ്ചിൽ ഒരു കത്തി കുത്തിയിറക്കിയതുപോലെ തോന്നി. താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭയത്തിനിടയിൽ മാർക്കിൻ്റെ പേരിൽ നേരിടുന്ന ഈ ക്രൂരത അവളെ വീണ്ടും തളർത്തി. ഇതൊന്നും തുറന്ന് പറയാൻ പോലും കൂടെ ഒരാളില്ല. അച്ഛൻ മേശപ്പുറത്ത് കൈ അടിച്ചു. ആ ശബ്ദം മുറിയിൽ മുഴങ്ങി. ഇങ്ങനെ പോയാൽ നീ ജീവിതത്തിൽ എന്താവാനാ? ഈ ചോദ്യം അവൾക്ക് പുതിയതല്ല. ജീവിതത്തിലെ ഓരോ പരാജയത്തിനും, ഓരോ മാർക്കിനും, ഓരോ തെറ്റിനും അവൾ ഈ ചോദ്യം കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്നുവരെ ആരും ചോദിച്ചിട്ടില്ല, പാറു, നീ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ആരും ആഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുന്നില്ല, മാർക്കുകളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. സ്വന്തം വീടിനുള്ളിൽ പോലും താൻ എത്രത്തോളം ഒറ്റപ്പെട്ടതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആരും തന്നെ കാണുന്നില്ല. ഒരു മാർക്ക് ലിസ്റ്റ് മാത്രമാണ് അവർക്ക് അവൾ. അച്ഛൻ്റെ കോപവും പ്രിയയുടെ പരിഹാസവും ചേർന്ന് അവളെ ഒരു കോണിലേക്ക് ഒതുക്കി. താൻ ഒരു പരാജയമാണെന്ന ബോധം അവളിൽ ആഴത്തിൽ പതിഞ്ഞു. അന്നത്തെ രാത്രി ഭക്ഷണം നിശബ്ദമായിരുന്നു. കൊഴുക്കട്ട കഴിക്കുമ്പോൾ പാത്രത്തിൽ തട്ടുന്ന സ്പൂണിൻ്റെ ശബ്ദം മാത്രം. സത്യം പറഞ്ഞാൽ സംസാരിക്കുന്ന ദിവസങ്ങളും സംസാരിക്കാത്ത ദിവസങ്ങളും തമ്മിൽ പാറുവിന് വലിയ വ്യത്യാസമില്ല. സംസാരിക്കുമ്പോഴും കേൾക്കുന്നത് കുറ്റപ്പെടുത്തലുകൾ മാത്രമാണല്ലോ. ഭക്ഷണം കഴിച്ച ശേഷം അവൾ നേരെ മുറിയിലേക്ക് പോയി. വാതിലടച്ച് കട്ടിലിൽ ഇരുന്നു. സമയം മെല്ലെ ഇഴഞ്ഞു നീങ്ങി. ശബ്ദമില്ലാതെ, കണ്ണീരില്ലാതെ അവൾ അവിടെ ഇരുന്നു. ചില വേദനകൾക്ക് കരച്ചിൽ ഉണ്ടാകില്ല. അവ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന് ശ്വാസം മുട്ടിക്കും. ഒരു നിർവികാര്യത ശരീരമാകെ മൂടിക്കളയും. ഇരുട്ടിൻ്റെ കനം കൂടി വരുന്നു. ഫോണല്ല, ഒരു ബോംബ് പോലെ കട്ടിലിൻ്റെ മൂലയിൽ കിടക്കുന്നു. അവൾ ഫോൺ എടുത്തു നോക്കി. പുതിയ മെസ്സേജ് ഒന്നുമില്ല. പക്ഷേ അതൊരു സമാധാനമല്ലായിരുന്നു. ഏത് നിമിഷവും അടുത്ത ഭീഷണി വരാം. ആ അനിശ്ചിതത്വം അവളെ വീർപ്പുമുട്ടിച്ചു. താൻ ഒരു തടവുകാരിയെ പോലെ തന്നെ മുറിയിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു എന്നവൾക്ക് തോന്നി. സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ അന്തരീക്ഷം വിപരീതമായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. കാർത്തിക് സ്കൂളിലെ തമാശകൾ പറയുന്നു. മീര ചിരിക്കുന്നു. സാധാരണ ഒരു കുടുംബസന്ധ്യ. പെട്ടെന്നാണ് കാർത്തിക് സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചത്, ചേട്ടാ, ഞങ്ങളുടെ ക്ലാസ്സിലെ പാർവതി ഇല്ലേ, നിന്റെ അടുത്ത് ട്യൂഷന് വന്ന? പാറുവിൻ്റെ പേര് കേട്ടതും സിദ്ധാർത്ഥിൻ്റെ ശ്രദ്ധ മാറി. അവൾ അപ്പോഴും അവൻ്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു. അവൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാർത്തിക് അത് വളരെ നിസ്സാരമായാണ് പറഞ്ഞത്. സിദ്ധാർത്ഥ് അത് കേട്ടതും അവൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഞെട്ടലുണ്ടായി. സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഒരു അപരിചിതമായ വേവലാതി ഉടലെടുത്തു. എന്തിനാണ് ഈ കുട്ടി ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നത്? അവൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു സഹാനുഭൂതി വന്നു നിന്നു. അവൾ എന്തുകൊണ്ട് ഇത്ര ഭയപ്പെടുന്നു? എന്താ അങ്ങനെ തോന്നിയത്? അറിയില്ല, എപ്പോഴും പേടിച്ചിരിക്കുന്ന പോലെയാ. കാർത്തിക് ഓർത്തു നോക്കി. സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല. രാവിലെ കണ്ട ആ മുഖം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നു. ആ കണ്ണുകളിലെ ഭയം, ആ അസ്വസ്ഥത, ആരോടും പറയാൻ കഴിയാത്ത ഉള്ളിൽ കിടന്ന് കത്തുന്ന എന്തോ ഒന്ന് അവളിലുണ്ട്. അവൾ ഒരു തകർന്ന കണ്ണാടി പോലെയാണെന്ന് സിദ്ധാർത്ഥിന് തോന്നി. ഓരോ കക്ഷണവും ഓരോ ഭയത്തെ സൂചിപ്പിക്കുന്നു. അവളിലെ ഈ മാറ്റം അവനെ അസ്വസ്ഥനാക്കി. എന്ത് കഷ്ടപ്പാടാണ് ആ കുട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആരും കാണാത്ത ഏത് നരകത്തിലാണ് അവൾ ജീവിക്കുന്നത്? ഇന്ന് ക്ലാസ്സിലും ശരിയായിരുന്നില്ല. ആരെങ്കിലും പേര് വിളിച്ചാൽ പോലും ഞെട്ടുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ആലോചിച്ചു. രാവിലെ അവളെ കണ്ടപ്പോൾ അവളിൽ കണ്ട വിറയൽ വെറുതെ ആയിരുന്നില്ല. എന്തോ ഒന്ന് അവളെ വേട്ടയാടുന്നുണ്ട്. എന്താണത്? ആ ചോദ്യം ആദ്യമായി സിദ്ധാർത്ഥിനെ അസ്വസ്ഥനാക്കി. അവൻ ആലോചനയിൽ മുഴുകി. അവൾക്ക് എന്തിനെയാണ് ഭയം? അവളുടെ വീട്ടിലാണോ പ്രശ്നം, അതോ പുറത്താണോ?
ആ ചോദ്യം ഒരു ഉത്തരമില്ലാത്ത പ്രഹേളികയായി അവൻ്റെ മനസ്സിൽ കിടന്നു. അവൾക്കൊരു സഹായത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് അവന് ഉറപ്പായി. പക്ഷേ എങ്ങനെയാണ് അവൾക്ക് അടുത്തെത്തുക? അവളിലെ ആ ഭയത്തെ എങ്ങനെ മാറ്റാൻ സാധിക്കും? സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ ഉത്തരം ലഭിക്കാത്ത 1000 ചോദ്യങ്ങൾ തിരമാലകളായി ഉയർന്നു. അതേസമയം മുറിയിലെ ഇരുട്ടിൽ പാറു ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. പുറത്ത് മഴ ചാറി തുടങ്ങിയിരുന്നു. ജാലകത്തിലൂടെ വീശിയടിച്ച തണുത്ത കാറ്റ് അവളെ വിറപ്പിച്ചു. അവൾ മുട്ടുകൾ നെഞ്ചോട് ചേർത്തിരുന്നു. കുട്ടിക്കാലത്ത് മഴ പെയ്യുമ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് എന്തിനേയും ഇഷ്ടപ്പെടാൻ അവൾ മറന്നുപോയിരുന്നു. അല്ലെങ്കിലും ജീവിതം മടുത്തുപോയവൾക്ക് എന്തിഷ്ടം? മഴയുടെ താളം പോലും അവൾക്ക് ഭയമായി തോന്നി. പുറത്തെ മരങ്ങൾ കാറ്റിൽ ആടി ഉലയുന്നത് തന്നെ ആരോ നിരീക്ഷിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് അവളുടെ ഫോൺ വെളിച്ചം വീശി. ഹൃദയം നിലച്ചതുപോലെ പോയ നിമിഷം. അവൾ വിറയ്ക്കുന്ന കൈകളോടെ സ്ക്രീനിലേക്ക് നോക്കി. താൻ അനുഭവിക്കുന്ന ഈ നരകം എന്തെങ്കിലും അവസാനിക്കുമോ എന്നവൾ സ്വയം ചോദിച്ചു. ഓരോ നിമിഷവും ഒരു യുഗമായി അവൾക്ക് തോന്നി. താൻ എന്തിനാണ് ഇത്രയും ഭയക്കുന്നത്? എന്ത് തെറ്റാണ് താൻ ചെയ്തത്? ആ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ അവളുടെ മനസ്സിനെ കാർന്നു തിന്നുകയായിരുന്നു. അത് പുതിയൊരു മെസ്സേജ് ആയിരുന്നില്ല, ഒരു ചിത്രം. അജ്ഞാതമായ നമ്പറിൽ നിന്ന് വന്നത്. അവൾ പതുക്കെ സ്ക്രീനിൽ തൊട്ടു. ചിത്രം തുറന്നു വന്നപ്പോൾ അവളുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അത് മറ്റൊന്നുമല്ല, ഇന്ന് രാവിലെ സിദ്ധാർത്ഥിനോട് സംസാരിച്ചു നിൽക്കുന്ന അവളുടെ ചിത്രമായിരുന്നു. വളരെ ദൂരെ നിന്ന് ആരും കാണാതെ ആരോ എടുത്തത്. ചിത്രം വളരെ വ്യക്തമായിരുന്നു. അതിൻ്റെ താഴെ ഒരു വരി മാത്രം: അയാളെ ഇതിലേക്ക് വലിച്ചിടരുത് പാർവതി. ആ നിമിഷം പാറുവിൻ്റെ ഉള്ളിൽ ഭയത്തിനോടൊപ്പം പുതിയൊരു വികാരം കൂടി ജനിച്ചു. സിദ്ധാർത്ഥിനും എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ഭയം. ഒരു നിമിഷം കൊണ്ട് അവളുടെ ലോകം കൂടുതൽ ഇരുളടഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തകർന്നുപോയി. തന്നെ ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആ കണ്ണുകളുണ്ടെന്നത് അവളെ മാനസികമായി തളർത്തി. സിദ്ധാർത്ഥ് ഒരു അജ്ഞാതനായ സഹപാഠി മാത്രമായിരുന്നു. ഇപ്പോൾ അവൻ അവളുടെ ഭയത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ കണ്ണുകളിൽ നിന്ന് ഒളിക്കുക? ഈ ഇരുട്ടിൽ പോലും ആ കണ്ണുകൾ തന്നെ കാണുന്നുണ്ടെന്ന തോന്നൽ അവളെ വല്ലാതെ ഉലച്ചു. കരയാൻ പോലുമുള്ള കരുത്തില്ലാതെ അവൾ കട്ടിലിലേക്ക് വീണു. ഭയത്തിൻ്റെ ഈ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരേയൊരു വഴി മാത്രമേ ഉള്ളൂ എന്നവൾ അറിഞ്ഞില്ല. കാരണം ഈ നിമിഷം അവൾക്ക് താൻ എത്രത്തോളം തനിച്ചാണെന്ന് നന്നായി മനസ്സിലായി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തന്നെ നിരീക്ഷിക്കുന്ന ആ അദൃശ്യനായ ശത്രു ആരായിരിക്കും? അവളുടെ തലച്ചോറിൽ ആലോചനകൾ തിങ്ങിക്കൂടി. അവൾക്കുറങ്ങാൻ കഴിയുന്നില്ല, ചിന്തിക്കാതിരിക്കാനും കഴിയുന്നില്ല. ജീവിതം ഒരു ചതുപ്പ് നിലം പോലെ അവളുടെ കാലുകൾക്ക് താഴെ താഴുകയാണ്. ഈ ഭയത്തിൽ നിന്ന് എന്തെങ്കിലും മോചനം ലഭിക്കുമോ? അതോ താൻ ഈ ഇരുട്ടിൽ തന്നെ ഇല്ലാതാകുമോ? ഓരോ ചോദ്യവും ഓരോ മുള്ളായി അവളുടെ മനസ്സിനെ കുത്തി നോവിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പക്ഷേ പുറത്തേക്ക് ഒരു തുള്ളി പോലും വന്നില്ല. ആ വേദന ഉള്ളിൽ തന്നെ നീറി നീറി അവൾ ഒരു പാവയെപ്പോലെ കട്ടിലിൽ കിടന്നു. വരാനിരിക്കുന്ന ഭയാനകമായ നാളുകളെക്കുറിച്ച് ഓർത്ത് അവൾ വിറച്ചുപോയി.